ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. എനിക്കറിയാം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ സെഷനിൽ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ നിന്ന് ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ കേസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ സെഷനിൽ വന്നിരിക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട സെഷൻസ് കോർട്ടിൽ ഐറ്റം നമ്പർ 33 ആയിട്ടാണ് ജസ്റ്റിസ് രതീഷ് കുമാർ സാറിൻ്റെ ബെഞ്ചിൽ ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ കേസ് പരിഗണിച്ചത്. ഹയർ ഓൺലൈൻ ഷോപ്പിയെ റെപ്രസെൻറ്റ് ചെയ്ത് വന്നത് അവരുടെ അഡ്വക്കേറ്റ്സ് ശ്രീകുമാർ അസോസിയേറ്റ്സിലെ ലീഡിംഗ് അഡ്വക്കേറ്റ് മാർട്ടിൻ പി ജോസ് സാറായിരുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട സർക്കാരിനെ റെപ്രസെൻറ്റ് ചെയ്ത് കോമ്പറ്റൻ്റ് അതോറിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ്സ് സിനിമോളും ഉണ്ടായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട്. അപ്പോൾ ഇന്ന് ഒരു ഏകദേശം ഒരു 3 മണി കഴിഞ്ഞ് ഒരു 3-3:30 കൂടിയാണ് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ കേസ് പരിഗണിച്ചത്. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള വാദമായിരുന്നു ഇന്ന് തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇന്ന് കൂടുതലും നമ്മൾ ഇന്നത്തെ സെഷനെ കുറിച്ച് ഒരു വിശകലനം നടത്തുന്നെങ്കിൽ കൂടുതലും ഒരു ടെക്നിക്കൽ രീതിയിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഓപ്പറേഷൻസിൻ്റെ ഒരു ഫർദർ എക്സ്പ്ലനേഷൻസിനെ കുറിച്ച് തന്നെയാണ്, ബിസിനസ് മോഡൽസിനെ കുറിച്ച് തന്നെയായിരുന്നു ഇന്ന് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ വാദം ഉണ്ടായിരുന്നത്. അതിനൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് മാർട്ടിൻ പി ജോസ് സാറ് ഒരു കംപ്ലീറ്റ് ക്ലാരിറ്റി തന്നെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ സെഷൻ്റെ ഒരു തുടർ വാദം പോലെ തന്നെയായിരുന്നു ഇന്നത്തെ സെഷനും. ഒരു കംപ്ലീറ്റ് ക്ലാരിറ്റി തന്നെ അഡ്വക്കേറ്റ് മാർട്ടിൻ പി ജോസ് സാറിനെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് രതീഷ് കുമാർ സാറിൻ്റെ മുമ്പാകെ ബോധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അതിനോടൊപ്പം തന്നെ ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഇന്ന് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ പ്രസൻ്റ് ആയിരുന്നു. അദ്ദേഹവും കമ്പനിയുടെ ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കുകയും അദ്ദേഹത്താൽ കഴിയുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് രതീഷ് കുമാർ സാറിനെ ബോധിപ്പിക്കാനും സാധിച്ചു. അതുപോലെ തന്നെ ഇന്നിപ്പോൾ കോർട്ട് സെഷനിൽ നടന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബിസിനസ് മോഡൽസിനെ കുറിച്ചാണ് കൂടുതലും ഡിസ്കസ് ചെയ്തത്. എസ്പെഷ്യലി ഇൻകം ലെവൽസിനെയൊക്കെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇൻകം ലെവൽസ്, എത്ര ലെവൽ വരെ ഹയർ ഓൺലൈൻ ഷോപ്പിൽ ഇൻകം കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട സെഷൻസ് കോർട്ടിൽ ജസ്റ്റിസിന് മുമ്പാകെ ബോധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ ഫ്രാഞ്ചൈസീസിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ വന്നായിരുന്നു. സോ ഫ്രാഞ്ചൈസി ഫീസ് അതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഫർദർ ഡിസ്കഷൻസിലേക്ക് പോയി. അങ്ങനെ വളരെ നല്ല രീതിയിൽ കൂടുതലും ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ ബിസിനസ് ഓപ്പറേഷൻസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആയിരുന്നു ഇന്ന് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ നിന്ന് ഉണ്ടായിരുന്നത്. സോ വളരെ നല്ല രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് മാർട്ടിൻ പി ജോസ് സാർ ഹയർ ഓൺലൈൻ ഷോപ്പിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് മാർട്ടിൻ പി ജോസ് സാർ വളരെ നല്ല രീതിയിൽ വളരെ നല്ലൊരു ക്ലാരിറ്റി തന്നെയാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് രതീഷ് കുമാർ സാറിന് മുമ്പാകെ ബോധിപ്പിച്ചിരിക്കുന്നത് ഹയർ ഓൺലൈൻ ഷോപ്പിക്ക് വേണ്ടി. അപ്പോൾ ഇന്നിപ്പോൾ ഒരു കേസ് ഏകദേശം ഒരു ക്ലോസിംഗ് സ്റ്റേജിലേക്ക് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫർദർ ഹിയറിങ്ങിന് കാരണം ഒരു കൺക്ലൂഷൻ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നതായിട്ടാണ് ഇന്നത്തെ സെഷനിൽ ഫീൽ ചെയ്യുന്നത്. സോ ഇനിയിപ്പോൾ ഫർദർ ഹിയറിങ്ങിന് വേണ്ടി ഇപ്പോൾ 23 നവംബറിലേക്കാണ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന സാറ്റർഡേക്കാണ് ഇപ്പോൾ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാമല്ലോ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് VJ അരുൺ സാറിൻ്റെ ബെഞ്ചിൽ നിന്ന് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. 2 വീക്സ് വിത്തിൻ 2 വീക്സ് ടൈം ഫ്രെയിമിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ ആ 2 വീക്സ് ടൈം ഫ്രെയിം എനിക്ക് തോന്നുന്നു 21 നവംബറിലാണ് അത് തീരുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട സെഷൻസ് കോർട്ടിന് അതിൻ്റെയും ഒരു പെർമിഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് എടുക്കേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു പെർമിഷനും കൂടെ എടുത്തുകൊണ്ട് എന്തായാലും ഇപ്പോൾ 23 നവംബറിലേക്കാണ് ഇപ്പോൾ കേസ് ഫർദർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. കാരണം കംപ്ലീറ്റ് ഒരു ക്ലാരിറ്റി ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ ഹയർ ഓൺലൈൻ ഷോപ്പിക്ക് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് മാർട്ടിൻ പി ജോസ് സാറിന് ബോധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ എപ്പോഴും ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് എപ്പോഴും എനിക്ക് പറയാനുള്ളത്, കോർട്ട് പ്രൊസീജിയേഴ്സിൽ വിശ്വസിക്കുക. നിയമം തന്നെയാണ്. സത്യമേവ ജയതേ, നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്ന ആ ഒരു നാമമുണ്ടല്ലോ, സത്യമേവ ജയതേ, ആ ഒരു സ്ലോഗൻ. സത്യം തന്നെ ജയിക്കത്തുള്ളൂ. ഇനി എന്തിട്ട് മൂടിയാലും സത്യം ഒരു നാൾ പുറത്ത് വന്നിരിക്കും. അപ്പം ആ സത്യങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ക്ലാരിറ്റി ഇപ്പം ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിനെ ഇപ്പോൾ ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് എനിക്ക് ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് ഷെയർ ചെയ്യാനുള്ളത്. സോ എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, പ്രാർത്ഥിക്കുക. വളരെ നല്ല രീതിയിലുള്ള അപ്ഡേറ്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, പ്രാർത്ഥിക്കുക. പ്രേയേഴ്സിൻ്റെ പവർ വളരെ വലുതാണ്. അപ്പോൾ ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, പ്രേയേഴ്സ്. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള വാർത്തകൾ നിങ്ങളുമായിട്ട് ഇനിയും ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന സർവേഷനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സെഷൻ നിർത്തുന്നു. സോ ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.